അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും റാഹത്തല്ലേ? ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും റാഹത്താണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്ന് നേരം വെളുത്ത് നീച്ചപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. നമ്മളൊക്കെ നേരം വെളുത്ത് അടുക്കളയേക്കാണ് വരുമ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്താ ഭയങ്കര പിരാന്തയിക്കാരല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ഫോണിൽ ചാർജൊക്കെ നിറച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഒരുങ്ങി. അതാണ് നമ്മൾ വീഡിയോ ഇവിടെ നിന്ന് ക്ലിയർ ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ എന്നും പറയണമായി തന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇന്ന് ഡേ മൈ ലൈഫാണ് കേട്ടോ. നമ്മൾ നേരം വെളുത്ത് നീച്ചു, മക്കൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഭയങ്കര കൊതുകാണ്. ഫാൻ ഇട്ട് കൊടുക്കാം, കറണ്ട് ഇല്ലല്ലോ. അപ്പം നമ്മൾ നേരം വെളുത്ത് നീച്ചത് ആ ടോർച്ച് കത്തിച്ച് വെച്ചിട്ട് എന്താട്ടി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നാണ് നേരാക്കി വെച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ വീഡിയോ ഓണാക്കാണ്ട് വീതനമ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഒരു ക്ലാരിറ്റി കമ്മി ഉണ്ട് അല്ലേ, എന്നാലും വേണ്ടില്ല വീഡിയോ എടുക്കാൻ ഒരുങ്ങി നമുക്ക് എടുക്കണമല്ലോ. പിന്നെ കുറേ ആൾക്കാർ ഡെയിലി വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടില്ല ഡെയിലി വീഡിയോ ഇടണം വെച്ചിട്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീതനമ ലേസം വെള്ളം പോയി തേങ്ങ ഉടച്ചപ്പോൾ അപ്പോൾ അതൊന്നും തുടച്ചത് അതുകൊണ്ട് ഉപ്പിയെടുത്തേക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് ചായക്ക് കടി നൂൽപൊട്ടാണ്, അതുപോലെ തന്നെ കൂന്തലുണ്ട് ഫ്രൈ ഉണ്ടാക്കാം. പിന്നെ എന്തെങ്കിലും ഒരു കറി വെക്കണം. അപ്പോൾ കറി വെക്കാൻ നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ മുരിങ്ങൻ്റെ എപ്പോൾ പോയി പൊട്ടിച്ച് കൊടുന്നതാട്ടോ. ഷാലും മൂന്നത് നിസ്കരിച്ചാൽ ഒരുങ്ങണു. അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്യട്ടെ വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കട്ടെ. അവിയലിൻ്റെ കഷ്ണം ഞാൻ കുറച്ച് എടുത്തേക്കണ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ബാക്കി കഷ്ണം ഇവിടെ ഉണ്ട്. തൈരും ലേസുണ്ട്. അപ്പം തൈര് ഒരു പാക്കറ്റാണ് കൊണ്ടിച്ചു. ലേസം ഉണ്ടെങ്കിലും ഞാൻ ഷാലും മൂനൊക്കെ അങ്ങനെ ഇട്ടിട്ട് തിന്നു കേട്ടോ. പിന്നെ പഞ്ചസാര ഇട്ടിട്ടും തിന്നും. എന്തായാലും വേണ്ടില്ല. ഇത് ഉണ്ടാക്കണ ഇതൊന്നും ഞാൻ പറയണില്ല, ഒരു വട്ടം ഉണ്ടാക്കി കാണിച്ചതല്ല. അപ്പം എന്നും എന്നോട് അവിയില ചോദിച്ചിട്ടോ. അപ്പം നമ്മൾ തോനെ കഷ്ണങ്ങൾ കൊണ്ടുമ്പോൾ ലേസം എടുത്ത് വെക്കണതാണ്. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നൂൽപുട്ടാണല്ലോ, നൂൽപുട്ട് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടം. അപ്പം ഒന്ന് കറി വേണ്ട, ഏതായാലും തേങ്ങ കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പം തേങ്ങാപ്പാലും നൂൽപുട്ടും ആക്കണം വെച്ചിട്ടാണ്. എപ്പോഴൊന്നും നമുക്ക് തേങ്ങാപ്പാൽ എടുക്കലും മുതലാവില്ല. തെങ്ങും തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. 2-3 തേങ്ങ ഉടച്ചിട്ട് അതിൻ്റെ ഒന്നാം പാൽ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ, തിന്നാൻ ഭയങ്കര രസമാണ്. അതിലിടക്ക് നമ്മളെ അവിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കട്ടെ. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യത്തിൽ നമുക്ക് നിൽക്കാൻ. അതുപോലെ നമ്മൾ നൂൽപുട്ടൊക്കെ ചുടുമ്പോൾ എന്താ വെച്ചാൽ ആ പാത്രത്തിൽ ലേശം എണ്ണ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ ആ എണ്ണപ്പാത്രമാണ് എടുത്ത് വെച്ചാൽ പിന്നെ അതവിടെ അങ്ങനെ ഇരുന്നോളൂ. പിന്നെ നമ്മൾ നൂൽപുട്ടിന് എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആദ്യം ചുടുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒന്നും ഇങ്ങനെ തടവി കൊടുക്കുക. ഞാൻ ആദ്യമൊക്കെ സീല വെച്ചുകൊണ്ട് ചുട്ടിരുന്നു. ഇപ്പം ഈ അച്ച് വാങ്ങി കൊടുന്ന് ഇങ്ങനെയായിട്ട് ചുടല്. ഇതും കൊടുന്ന് ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ വീണിട്ട് ഒരു തട്ട് ഇങ്ങോട്ട് പോന്നിക്കണു. അപ്പം ഞാൻ 3 ആക്കിയിട്ട് ഉണ്ടാക്കല്. അടിയത്തെ തട്ടിൽ വെക്കൂല. അടിയത്തെ തട്ടിൽ വെച്ചാൽ എന്താ വെച്ചാൽ വെള്ളം ഇങ്ങനെ തിളക്കുമ്പോൾ അടിയത്തെ ഒരു ജാതി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ നൂൽപൊട്ട് പിന്നെ ആരും തിന്നൂല, ഞാൻ തന്നെ തിന്നേണ്ടി വരും. പിന്നെ തോന ഉണ്ടാക്കട്ടോ, നേരാവോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പം ഞാൻ പൊടി ലേസം കുഴച്ച് അന്ന് നല്ല ശരിയായിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, എണ്ണ ആക്കിയാൽ ആ നൂൽപുട്ട് ഇങ്ങനെ കൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല പോലെ ഇങ്ങോട്ട് പോരും ചെയ്യും കേട്ടോ. അപ്പം നല്ല മഴ ഉണ്ട് കേട്ടോ. നൂൽപുട്ട് ഞാൻ അവസാനം ഉണ്ടാക്കണ നിങ്ങൾക്ക് കാണിച്ചത് ലേസം പാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിനി കൂന്തൽ ഉണ്ടാക്കട്ടെ. ചിലപ്പോൾ ഒരു ചോദ്യമാണ് ഉമ്മ കറി ഉണ്ടോയെന്ന്. അപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കണം വെച്ചിട്ട് ആണല്ലോ നൂൽപുട്ടത്. അപ്പം ഞാൻ കൂന്തളും ഇതുപോലെ ഒരു വട്ടം ഫ്രൈ ആക്കി കാണിച്ച് തന്നതാണ്. അപ്പോൾ കാണാത്ത പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൊണ്ടു. എണ്ണയിൽ ഒരു പട്ടിയും കറാമ്പൂവും ഏലക്കായും ഓരോന്നും 2 ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കിട്ടും. അത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറുള്ളി ഒരു മുടി ഇട്ട് കൊടുത്തു. അതിങ്ങോട്ട് ചോന്ന കളറാകുമ്പോൾ എന്തായിട്ട് നമ്മൾ വെല്ലുള്ളി ഉണ്ട് 2 വെട്ടിയിട്ടിട്ട് അത് പിന്നെ തോനൊന്നും എടുക്കരുത്, ലേസം എടുക്കുക. എന്നാലേ ആ കൂന്തലിൻ്റെ നല്ല ചോയ ഇങ്ങോട്ട് വരണമെങ്കിൽ ഉള്ളിയൊക്കെ ഒന്നിട്ട് കമ്മിയാക്കുക. ഉള്ളി നല്ലോണം ഉണ്ടെങ്കിൽ മതിയിലായി. കാരണം ഞാൻ പച്ചമുളകൊന്നും കൂട്ടണില്ല കേട്ടോ. പച്ചമുളക് കൂട്ടാത്തതിൻ്റെ കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഉള്ളി നല്ല വാടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിക്ക് മുളകും പൊടി 1 സ്പൂണ്, 2 സ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വാട്ടിയെടുക്കുക കേട്ടോ. പച്ചമുളക് കൂട്ടിയാൽ എന്താ ഉള്ളത് വെച്ചാൽ അത് അതിൽ നല്ലോണം ഉരതി ഉടക്കാനുള്ളതാണ്. അപ്പം ഞാൻ പച്ചമുളക് മാറ്റി വെച്ചിട്ടാണ്. പിന്നെ ഞാൻ കുരുമുളക് പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും പാടെ ഒപ്പം പൊടിച്ചുങ്ങാണ്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല വാടി വരുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് തക്കാളി കൂട്ടി കൊടുത്തു. ഇനി അത് നല്ലോണം വാടട്ടെ. വാടി കിട്ടുമ്പോഴത്തേന് ഇത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ തേങ്ങാപ്പാൽ പിജുമ്പോഴത്തേന് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ നല്ല വേറൊരു പാത്രത്തിൽ വെച്ച് നല്ലോണം ലേസം തിളച്ച വെള്ളം കൂട്ടിങ്ങാണ്ട് നല്ല അങ്ങോട്ട് കുഴച്ചിട്ട് അതിങ്ങാണ്ട് വേറെ ആ മിക്സിയുടെ ജാർക്കനാണ് പിഴിഞ്ഞിക്കാണെന്നിട്ട് ഞാനത് അരിച്ചിട്ട് ഒരു പാത്രത്തിൽ കൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ തക്കാളി വാടിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ഉരതി ഉടക്കലുണ്ട്. ഇതിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ
നമുക്കിത് ശരിയായി കിട്ടൂല. അപ്പം ഞാൻ പച്ചമുളകാണ് എടുത്ത് വെച്ചിട്ട്, ആദ്യമൊക്കെ പച്ചമുളക് ഇട്ടിരുന്നു, അപ്പോൾ പച്ചമുളക് എടുത്തിടും. കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇതിൻ്റെ കായം നല്ല ഇഷ്ടമാണ്, അതിനാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ ഇതിൽ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ലേസം വെള്ളം കൂട്ടണുണ്ട്. എന്താ വെച്ചാൽ എനിക്കിതിന് ലേസം വെള്ളം എടുക്കണം. അപ്പം ഞാൻ നാരങ്ങ ഇല്ല, നാരങ്ങയുടെ നീരാണ് ആക്കൽ. അപ്പം ഞാൻ ഒരു ചെറിയൊരു പുളിങ്ങട, ഇത് കാരണം ഒരു നെല്ലിക്കട വലിപ്പം, ചെറിയൊരു നെല്ലിക്കട വലിപ്പത്തിൽ പുളിവെള്ളം ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ അതാ നമ്മൾ അവിയൽ ഉണ്ടാക്കണത് ഞാൻ ചട്ടിക്ക് കൊട്ടുകയാണ്, കുക്കറിൽ വെക്കണില്ല. ആകെ ലേസുള്ളൂ, കാരണം ഇന്നലത്തേൻ്റെ ബാക്കിയാണല്ലോ. ഇന്നലെ കണ്ടറിഞ്ഞുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല, തേങ്ങ ഇടുക കറണ്ട് പോവുക, തേങ്ങ അരക്കാടുക കറണ്ട് പോവുക, ആ ഒരു ലെവലിലിരുന്നു. എന്തായാലും വേണ്ടില്ല, കറണ്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് മിക്സിയിൽ അടിച്ചെടുത്തിക്കണ്ട. അപ്പം നല്ല ചതഞ്ഞ് കിട്ടിയിട്ടില്ല. ഇന്ന് എന്താണെന്നറിയില്ല, കറണ്ടിന് പറ്റിയിരിക്കണം. എന്നാലും വേണ്ടില്ല, എനിക്ക് പണി നേരത്തെ കഴിഞ്ഞേ പറ്റൂ. പിന്നെ ഞാൻ അവിയൽ ഉണ്ടാക്കണ്ട അവിടെ ഇരിക്കട്ടെ, കറണ്ട് എങ്ങനെ ആയാലും ഉച്ചാകുമ്പത്തിന് വരൂല, അപ്പം ചിജാന്ന് പറയും. പിന്നെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പം എന്തായാലും നമ്മളെ ഭാഗത്തുണ്ട് പടച്ചോന്. കാരണം എന്താ വെച്ചാൽ ഈ നേരം വെളുക്കുമ്പോഴത്തെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇത് കഴിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അവിയൽ അവിടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൂന്തൽ ഒന്ന് വറ്റിയ നോക്കി. കൂന്തലിന് ഞാൻ വട്ടത്തിലാണ് നുറുക്കിക്കണം. വട്ടത്തിൽ നുറുക്കിയാൽ എന്താ മെച്ചെന്ന് വെച്ചാൽ അതിൻ്റെ മസാലയൊക്കെ ആ വട്ടത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കൂടെ, നല്ല രസമാണ്. നുറുക്കാൻ എളുപ്പം നീളത്തിലാണ്, അതിനെക്കാട്ടും രസം എങ്ങനെയാണ് കേട്ടോ. പിന്നെ നമുക്ക് മുരിങ്ങൻ്റെ ഇല താളിപ്പാണ് പറഞ്ഞില്ല, അതിന് വെള്ളം വെച്ചിക്കാണ്. മുരിങ്ങൻ്റെ ഇല ഊരി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മുരിങ്ങൻ്റെ ഇല ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണിച്ച് തരണ്ട്. അപ്പോൾ അതന്നത്തെ വിഭവങ്ങൾ രാവിലത്തെ കേട്ടോ. നൂൽപുട്ട്, തേങ്ങാപ്പാൽ, കൂന്തൽ, അവിയൽ കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയായി. അപ്പം ഇനി ചായ കുടിച്ചിട്ട് വെച്ചിട്ടാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ തേങ്ങാപ്പാൽ എല്ലാവർക്കും ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരാൾക്ക് തോനെ കിട്ടി, ഒരാൾക്ക് ലേസം കിട്ടിയെന്നാവും. അപ്പം എല്ലാവർക്കും ഓരോ നൂൽപുട്ടും തേങ്ങാപ്പാൽ കണ്ടറിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി തേഞ്ഞാലും വേണ്ടില്ല, തേഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കൊലായ്മ വന്നിരുന്നുകൊണ്ട് ചായ കുടിച്ചാണ്. അപ്പം മോനൂനും ശാലുവിനൊക്കെ പോവാണ്ട്. അപ്പോൾ എളുപ്പം ചായ കൊടുത്തിട്ട് മോന് പോവുക കേട്ടോ. മോന് പോകുമ്പോൾ ഞാൻ വെറുതെ മേരത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കും, മക്കൾ പോകുമ്പോൾ അല്ലേ. അപ്പോൾ ആ ഫോണ് കയ്യിലുണ്ട്, ഏതായാലും വീഡിയോ എടുക്കാൻ ഒരുങ്ങിയതല്ലേ. അപ്പോൾ ഒരു മയിലും 2 മക്കളും ഒരു രാവിലെ തന്നെ ഇറങ്ങിക്കുക, എന്തേലും തിന്നാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കേക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ കണ്ടില്ല, നിങ്ങൾ മയിലോളൊക്കെ നമ്മളെ മേരത്ത് കൂടെ ഇങ്ങനെ പോവും. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടാ എന്നും മറക്കും കേട്ടോ. കാരണം കണ്ടില്ലേ, പാത്രമൊക്കെ കാലി ആയിക്കണു. ഇതൊക്കെ കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ ഭയങ്കര പണിയാണ്. പറഞ്ഞാൽ കൊടുന്ന് തരും, പക്ഷെ പറയില്ല. ഇതിങ്ങനെ അടച്ചിട്ട് ഞാൻ ആ TV സ്റ്റാൻഡിൻ്റെ അടിയിൽ കൊണ്ടുപോയിക്കണ്ട്. അടുക്കളയിൽ അളക്കോളൊക്കെ വെക്കാൻ വേണ്ടി കണ്ട് TV സ്റ്റാൻഡ് ഉണ്ട്, അതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചിക്കാണ്. അതിൻ്റെ ഒപ്പത്തെ നമ്മളെ ഷാലും സ്കൂൾക്ക് പോകാണ്ടത് ആഗസ്റ്റ് 15-ൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. 2 ആളും തുണിയൊക്കെ എടുത്തിട്ടാണ് പോണത്. ഓല് പോയിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ടോളിട്ടൊന്ന് കറണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ് എനിക്കിത് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മളമ്മരം ഔത്തൊന്നും കിടക്കൂല. അപ്പം ആകെ അലങ്കോലപ്പെടുത്തി കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് നേരാക്കി വെക്കണം, അല്ലാതെ ഒന്നും ശരിയാവൂല. കാരണം ഇതൊന്നും ചെയ്യാത്ത ദിവസമായി കാരണം നമ്മളോട് ആരെങ്കിലും വരിക. അപ്പം ആദ്യം ഞാൻ അവിടെ ഒക്കെ നേരാക്കി പോന്നു. പിന്നെ എന്താ വെച്ചാൽ ചായയും കടിയൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഓല് ഇന്ന് നേരത്തെ പോകും. 8:15 ഒരാൾ പോയി, 8:45 ഒരാളും പോയിട്ടോ. അപ്പം ഞാൻ കറണ്ട് ഇല്ലാച്ചിട്ട് നമ്മൾ പെണ്ണുങ്ങൾക്ക് കിടക്കാൻ പറ്റൂല. അതൊന്നും നമ്മളത് ആരെങ്കിലും അറിയുന്നുണ്ടോ? നമ്മൾ പണിയെടുക്കണേന്ന് ഒരു ഇതുമില്ല കേട്ടോ. ചില നേരത്ത് എന്ത് പണിയാണെന്ന് ചോദിച്ചും, ഈ അടുക്കള പണി നല്ല പണിയാണ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പണിയിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമല്ല പണി അടുക്കള പണിയാണ്. അങ്ങനെ ഉച്ചക്കാണ്ട്. പിന്നെ ഇത് ഉച്ചക്ക് ഞാനും ബാബു ഇവിടെ ഇന്ന് ചോറ് തിന്നുന്നുണ്ട്. പിന്നെ ഓൽക്ക് എവിടെക്കോ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓല് പോവുമല്ല, അപ്പോൾ കുട്ടികൾ വരാനും വയ്ക്കണം. അപ്പോൾ ഞാൻ കൊലായ്മ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ നിമ്മാക്കൊന്നും ഫോൺ വിളി നടന്നിട്ട് ഞാൻ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എയറോപ്ലെയിനെ മൂടാക്കി കണ്ടാണ് കുത്തിയേക്കും. കുത്തി വെച്ചിട്ട് പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫോൺ എടുത്തിട്ട്. അപ്പത്തിന് നമ്മളെ ഷാലു സ്കൂളിട്ട് വന്നിട്ടുണ്ട്. എന്തോ ഒരു പേനൊക്കെ കിട്ടിയിട്ട് നല്ല പൊലിവിലാണ് കേട്ടോ. എന്താ നാരങ്ങക്കളിയിൽ കിട്ടിയതാണ് പറഞ്ഞു. അതിൻ്റെ ഇടക്ക് ബാബു വന്നിട്ട് എന്നോട് പറഞ്ഞു ഫ്രിഡ്ജ് നേരാക്കാൻ ആൾ വരുന്നുണ്ട്. ഈ ഫ്രിഡ്ജ് ഉണ്ടായിട്ട് അങ്ങോട്ട് ഇല്ലാതിരിക്കുമ്പോൾ വല്ലാത്തൊരിടങ്ങാറാണില്ലേ. കാരണം ഈ നേരത്തെയൊക്കെ പണി ഒരുങ്ങണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഫ്രിഡ്ജ് വേണം. പിന്നെ ഇതില്ലെങ്കിൽ പിന്നെ ആദ്യമേ അങ്ങനെ നമുക്ക് ശീലമായി. അപ്പം ഇത് നല്ല കട്ട പിടിച്ചിക്കണു. എന്തെങ്കിലും ഒന്ന് വെച്ചാൽ ഇത് ശരിയായി കിട്ടണില്ല കേട്ടോ. നമ്മൾ കറിയൊക്കെ ഒന്ന് വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും തണുപ്പ് ഇങ്ങോട്ട് ശരിയായി കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞു. നോക്കാം ആൾ വരും, വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. വാങ്ങൽ എങ്ങനെ ആയാലും നടക്കൂല. അപ്പം നമുക്ക് ഫ്രിഡ്ജ് വേണ്ടെങ്കിൽ അതാണ് ഒഴിവാക്കാം. പിന്നെ ഒരു കൊല്ലം ഇങ്ങനെ പോട്ടെ, എന്നിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് തന്നെ വാങ്ങാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അതിൽ കട്ട കണ്ടില്ല, ഈ കട്ട പോകണമെങ്കിൽ എത്ര നേരമാവണം. കറണ്ട് ബില്ലൊക്കെ ആണെങ്കിൽ നല്ല ആവണുണ്ട്. ഇത് ഓഫ് ആക്കുക, എന്നിട്ട് അതിൻ്റെ കൂളിംഗ് ഒക്കെ പോയിട്ട് അതിന് എടുത്തുണ്ടായി.
പിന്നെ ആ കൂളിങ്ങൊക്കെ വന്ന് പിന്നെ ഞമ്മക്കും പണിയാണ്. ഇത് ഓഫാക്കിയിട്ട് അങ്ങക്ക് അറിയണല്ലേ, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചുങ്ങാണ്ടിരിക്കും. അപ്പം ഞാൻ ഇവിടെ ഒരു തുണിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ, പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര പിരാന്തേക്കുണ്ടോ, ഫ്രിഡ്ജ് ഇല്ലെങ്കിലും വേണ്ടില്ല അങ്ങനെ അടക്കം ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം മീനൊക്കെ നമുക്ക് തലേന്ന് കൊണ്ടുവന്ന് വെക്കലൊന്നും നടക്കൂല, പണി നേരത്തെ കജ്ജൂല. ചിലവരെ പണിയൊക്കെ അതാ നേരത്തെ കജ്ജാത്ത കേട്ടോ. ഈ ഒരു സാധനമാണ് മാറ്റിക്കണത്, കണ്ടില്ല ഇതാ അത്ര കേട് പറഞ്ഞു. ഇപ്പം എങ്ങനെയായാലും വലിയ കേടൊന്നും കാണാനില്ല. ഇത് മാറ്റിയപ്പോൾ തന്നെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അടപ്പ് പോന്നിരുന്നു, അടപ്പും വെച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ നേരാക്കിയിട്ട് എനിക്ക് നാത്തൂൻ്റെ മകളേക്ക് പോകണമെന്നുണ്ട്. അപ്പം ലേസം പലഹാരമൊക്കെ ചൂടണമെന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതങ്ങോട്ട് നേരാക്കി വെച്ചാൽ പിറ്റന്നാ ചൂടും ചെയ്യാം. അപ്പത്തിനൊക്കെ വൈകുന്നേരം കൊണ്ടപ്പോൾ 5:30-6 മണി ആവാനേക്കണു. ഒരു ദിവസം ഫുള്ള് പണിയാണ് എന്ന് പറയുന്നത്, കുറച്ച് നേരമായി ഇരുന്നിട്ടുള്ളൂ. അങ്ങനെ ഞാൻ എന്തിട്ടു അതൊക്കെ മോറിലെ സാരിയൊക്കെ വെള്ളത്തിലിട്ടു. അപ്പോഴും ആൾ പോയിട്ടില്ല കേട്ടോ, ഫ്രിഡ്ജ് നോക്കിങ്ങാണ്ട് ഇരിക്കുന്നുണ്ട്. അതിലിടക്കത് നമ്മളെ ഷാലും മോനും ഇവിടെ ഇരുന്നുങ്ങാണ്ട് തല്ലൂടലും കളിയും ഭയങ്കര ജോറാണ്. അപ്പം ഞാനും ഇവിടെ വന്നിരുന്നാൽ നമുക്ക് ഔത്ത് പോയി കിടക്കണത് ശരിയല്ലല്ലോ. പിന്നെ എന്തേലും പണി ഉണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങിയാൽ ഉറക്കം വരൂല. ഇനിയിപ്പോൾ ഉറങ്ങണം എന്നില്ല, വെറുതെ ഇങ്ങനെ കടന്നാൽ തന്നെ നമ്മളെ ക്ഷീണം മാറി കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണമെന്ന് പറഞ്ഞാൽ തിന്നാൻ എന്ത് കൊടുക്കണം ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ ബാബുവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് എന്തായാലും ചായയും കടിയും വേണം, കാരണം ഇന്ന് ഞങ്ങൾ നല്ല പണിയെടുത്തുകൊണ്ട് കുട്ടികളും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രിഡ്ജ് നേരാക്കണ ആൾ പോവാണ് കേട്ടോ. 1200 പണിയായിട്ടെടുത്തു. ആ സാധനം മാറ്റി വെക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് എന്നാലും മടിലഞ്ഞ് കേടേരാതിരുന്നാൽ മതി. അങ്ങനെ ഞാൻ ഇതൊക്കെ അപ്പത്തിന് മോറി വെച്ചു. ഓരവിടെ പണിയെടുക്കുമ്പോഴത്തിന് ഇതൊക്കെ ഇവിടെ മോറിയിട്ട് ഞാൻ എന്താ വെച്ചാൽ വലിയ മോറലൊന്നും ഇതാക്കിയിരുന്നില്ല, മാറ്റിയല്ലേ പറഞ്ഞിട്ട്. പിന്നെ നമ്മളെ കടല ഇങ്ങനെ കാണിച്ചത് ഇത് എത്ര കൊല്ലത്തെ വെച്ചിട്ടാ, 2 കൊല്ലം മുന്നത്തെ ചെറുപയറും കടലയാണ്. നമ്മൾ കൊറോണ കാലത്ത് റേഷൻ പീടിയിൽ നിന്ന് എല്ലാ മാസവും കിട്ടിയിരുന്നില്ലേ, അതാണ് കേട്ടോ അത്. അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പത്തിന് ഇത് നമുക്ക് ചായയും കടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പണിയെടുത്താലും വേണ്ടില്ല, ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ പൊരിച്ച കടിയൊക്കെ തിന്നാൻ വല്ലാത്തൊരു പൂതിയല്ല. അപ്പോൾ അതും ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പലഹാരത്തിനുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കണം. അപ്പം നിങ്ങൾ ഡേ മൈ ലൈഫ് ഇടാൻ പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഡേ മൈ ലൈഫ് ഇടുമ്പോൾ എങ്ങനെയായാലും 15 മിനിറ്റിൽ അത് എങ്ങനെ ചെയ്യുക, അതുകൊണ്ടാണ് ഇത്ര ലെങ്തി ആയിക്കണ്. അപ്പം നമുക്ക് ചുരുക്കി ഇങ്ങനെ കഴിച്ചാൽ നോക്കാം. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് കട്ടിച്ചിട്ടോ, ഫ്രിഡ്ജൊക്കെ നല്ല മോറിങ്ങാണ്ട് സോപ്പിൻ്റെ ശീലമുണ്ട് മോറി, വെള്ളം അടിക്കരുത്, അതിക്ക് വെള്ളം ആക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം അങ്ങനെ ആയിക്കണല്ലോ. അപ്പോൾ അതൊന്നും ചെയ്യരുത് കാരണം അതൊന്നും ചെയ്തില്ല. എന്നാലും സോപ്പും ചീലകൊണ്ടൊക്കെ വരച്ച് നമ്മൾ മാരിബിസ്കാരം കഴിഞ്ഞിട്ട് ഇതാ ഷാലും മോനും ഇവിടെ ഇരുന്ന് പഠിച്ചത്. ഞാൻ അടുക്കളയിൽ ഒരുപാട് പണിണ്ടായിരുന്നു, കാരണം ഫ്രിഡ്ജിത്തൊക്കെ വലിച്ചിട്ടിരിക്കുന്നതിന് ഒക്കെ ശരിയാക്കി വെച്ചുങ്ങാണ്ട് കുറച്ച് നേരം ബെടുത്ത് വന്നിരുന്നു. കാരണം പരീക്ഷയാണ് മദ്രസിൽ, നമ്മളിരുന്നില്ലെങ്കിൽ ഒരു വർത്താനം അങ്ങനെ പറയും. പിന്നെ അയലുമെന്ന് തുണിയും കുപ്പായൊക്കെ എടുത്ത് മടക്കിയേക്കാണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിന് വീഡിയോ കോളോടുന്നതാണ് ഇന്നത്തെ പരിപാടി. അപ്പം എങ്ങനെയായാലും ഞങ്ങൾ പറഞ്ഞു മാഗി മതി, കാരണം നാളെയും അല്ലറ ചില്ലറ പണി ഉണ്ടാവും. അപ്പം നമുക്ക് എളുപ്പം കടി അത് ഉണ്ടാക്കാൻ പറ്റുന്ന കടിക്കല്ലേ പറ്റുള്ളൂ. നമ്മൾ ഈ പുറം പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ മതി. അപ്പം ഞങ്ങൾ ഇതാ രാത്രിയിൽ എല്ലാവരും പാടെ ഇന്ന് വടുക്കണിയിൽ നിന്ന് ചോറ് തിന്നാൻ കേട്ടോ. ചോറേ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അതിന് പലഹാരത്തിനുള്ള മാവൊക്കെ കുഴച്ച് വെക്കാൻ. അപ്പം ഞാൻ ഇതിൻ്റെ ഇതൊന്നും ഫുള്ളായി കാണിച്ചിട്ടില്ല, ഫുള്ളായി കാണിച്ചപ്പോൾ ഒരുപാട് ലെങ്ത്ത് ഉണ്ട്, അതാണ് ഇതൊക്കെ ഒഴിവാക്കിയത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അപ്പം നമ്മൾ ആ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ പായ ഇട്ടിട്ടുണ്ട്, ഇവിടെ നിസ്കരിച്ചിട്ടുണ്ട്, ഇനി ഒരുപാട് പാത്രം മോറാണ്ട് അവമ്പാടെ സെറ്റാക്കിയാണ് കടന്നാൽ നേരം വെളുക്കുമ്പോൾ നമുക്ക് ആ പരിപാടിയൊക്കെ ചെയ്താൽ മതിയല്ലോ. പിന്നെ നാത്തൂൻ്റെ അടുക്കൊക്കെ പോകുമ്പോൾ നേരം പോകും. രാവിലെ തന്നെ നമ്മൾ മാവ് ഉണ്ടാക്കുക ചുടുക ഒക്കെ ആയാൽ നമ്മളെ മാവ് ശരിയായി കിട്ടൂല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോക്ക് ലൈക്ക് വളരെ കമ്മിയാണ്, ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ മുന്നിലേക്ക് പോവുള്ളൂ. അപ്പം ഞാനിതാ നെയ്യപ്പത്തിനുള്ള മാവ് ശരിയാക്കി അതിൽ ലേശം നെയ്യ് ഒഴിച്ചു. നെയ്യപ്പം എന്ന് പറയുന്നത് തന്നെ നെയ്യല്ലേ, അപ്പം ഞാൻ ലേശം ലേശം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ കൽത്തപ്പം ചുടണമെന്ന് കരുതിങ്ങാണ്ടാണ് ഇത് അരക്കുന്നത്. രണ്ട് പാത്രത്തിലാക്കി ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ കൽത്തപ്പത്തിൽ തേങ്ങ ഇട്ടാൽ ഷാലൂനും മൂനൂനും പറ്റൂല, അപ്പം 2 അങ്ങനെ ചുടണം. ബാക്കിയുള്ളതിൽ തേങ്ങയൊക്കെ നുറുക്കണം. ആകെ നാളെ കേട്ടോ ഒന്ന് ഞാൻ ഇത് അരച്ച് വെക്കണുള്ളൂ. കൽത്തപ്പം ചുടണയിൽ ഇതുപോലെ ഞാൻ ലേശം ചോറും ലേശം അരിയും തേങ്ങയും പാടെ മിക്സിയുടെ ജാറിലിട്ട് ശർക്കര ഉരുക്കയിൽ അരച്ചെടുക്കുക, വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. ഇനി നേരം വെളുക്കുമ്പോൾ നല്ലോണം ഇങ്ങോട്ട് ടൈറ്റ് ആവും. അപ്പം നെയ്യപ്പത്തിനില്ലാണ് മേലെ അതിൻ്റെ 4 പുറത്ത് കൂടെ ലേസിച്ച മാവൊക്കെ പെയ്ക്കണം. അപ്പം ഞാൻ അതൊന്നും തുടച്ചെടുത്തുങ്ങാണ്ട് വെക്കുകയാണ്, അഥവാ ഉറുമ്പ് വന്നാലും അതിൻ്റെ ഉള്ളിൽ കടക്കാൻ വയ്ക്കൂല. അപ്പം ഇത്രയും പണിയുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മോറ് ശരിയാക്കി വെക്കണം. എന്നാലും മണിയ ചോറയൊക്കെ കഴിഞ്ഞ് ഓലവിടെ സമാധാനത്തിൽ ഫോണുമ്മ കളിച്ച എല്ലാവരും.
അപ്പം നമ്മൾ എടുക്കണേൽ പണിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് പാത്രം മൂറി വെച്ചാൽ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടു. ഇന്ന് ഭയങ്കര ക്ഷീണമുണ്ട്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ 9 മണിയാകുമ്പോഴത്തേനും എല്ലാ പണിയും കഴിഞ്ഞാൽ ഒത്തുക്കാരണല്ലേ. അതേ ഇക്കാരൊന്നും തടിക്ക് ഭയങ്കര ക്ഷീണം. എന്തായാലും വേണ്ടില്ല രാവിലെ കറണ്ട് ഇല്ലാതെ ആവരുതേന്നുള്ളൂ. പണിയൊക്കെ എളുപ്പം കഴിച്ചും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്.